ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻ്റ് ആണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? പാർട്ടിക്കിൾസിൻ്റെ വേവ് നാച്ചർ പ്രൂവ് ചെയ്യുന്ന എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? സിമിലർ ആയിട്ട് ഇനി നമുക്ക് ഒന്ന് രണ്ട് എക്സ്പെരിമെൻ്റ് കൂടെ പറഞ്ഞു തീർക്കാനുണ്ട്. അപ്പം നമുക്കറിയാം, പിന്നെ പാർട്ടിക്കിൾസിന് നമ്മളെന്താണ് അതിനൊരു വേവ് നാച്ചറിൻ്റെ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ വേവ് ആസ്പെക്ട്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്രകാരമാണ് ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻ്റ് നടത്തിയത്. ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ട് പിന്നെ ഒന്ന് രണ്ട് ഡിവൈസസും കൂടെ ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഡിവൈസാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു അത് നിങ്ങളുടെ സിലബസിലില്ല, പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. കാരണം എക്സ്പെക്റ്റ് ചെയ്യാം ക്വസ്റ്റ്യൻ. ഓക്കെ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മൈക്രോസ്കോപ്പിൽ എന്താ ചെയ്യാറുള്ളത്? നമ്മൾ ലൈറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാന്ന് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു അല്ലേ? അതിനകത്ത് എന്താണ്, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ഒരു ഐ പീസ് ഉണ്ടാവും, പിന്നെ അതുപോലെ ലൈറ്റൊക്കെ കൊടുക്കാനുള്ള ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, വിശദമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മൈക്രോസ്കോപ്പ് എന്താണ്, അതിലൂടെ ഒബ്സർവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് പരിമിതികളുണ്ട് അല്ലേ? അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്, മേജർ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് 10x അല്ലെങ്കിൽ 45x ഒക്കെ അതിൻ്റെ മാക്സിമം എന്ത് കിട്ടുള്ളൂ, സൂമിങ് കിട്ടുള്ളൂ അല്ലേ? അത്രയും മാഗ്നിഫിക്കേഷനേ അതിന് കിട്ടുള്ളൂ. പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമ്മൾ സാധാരണ മൈക്രോസ്കോപ്പിൽ നമ്മൾ ലൈറ്റ് വെച്ചിട്ടാണ് ഈ പറഞ്ഞ പ്രോസസ്സ് നടത്തുന്നതെങ്കിൽ അല്ലേ, അവിടെ എന്താണ്, സാധാരണ മൈക്രോസ്കോപ്പിൽ ലൈറ്റ് വരുന്നു, അത് ലെൻസിലൂടെ കടന്നു പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പിന്നെ ഈ ഒരു മാഗ്നിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനകത്ത് ഇങ്ങനെയല്ല, ലൈറ്റിന് പകരം ഇലക്ട്രോൺസ് ആണ് വരുന്നത് അല്ലേ? അവിടെ ലൈറ്റ് വേവ്സ് ആണ്, ഇവിടെ ഇലക്ട്രോൺസ് ആണ്. ഈ ഇലക്ട്രോൺസ് എന്താണ്, വേവ് പോലെ ബിഹേവ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, അവിടെ നമുക്കിപ്പം ഇലക്ട്രോൺസ് ആണ്, പാർട്ടിക്കിൾസ് ആണ് അല്ലേ? അപ്പം നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ പ്രോസസ്സ് നടക്കണമെങ്കിൽ അവിടെ എന്ത് നടക്കണം, അവിടെ ഫോക്കസിങ് നടക്കണം അല്ലേ? ലെൻസിലൂടെ ലൈറ്റ് കടന്നു പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അതിലൂടെ ലൈറ്റ് കടന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പാരലൽ റേസ് വിൽ ഗോ ത്രൂ ദ ഫോക്കസ്. അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ അതിനകത്തുണ്ട്, ബൈ റിഫ്രാക്ഷൻ അല്ലേ? അതുപോലെ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഈ പറഞ്ഞ ഇലക്ട്രോൺ ബീം വരുന്നുണ്ടല്ലോ, അതിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടി വരും അല്ലേ? അതിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന എന്താണ്, മാഗ്നറ്റിക് ഫീൽഡൊക്കെയാണ് അല്ലേ? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിങ്ങും കാര്യങ്ങളും എന്ത് ചെയ്യുക, നിങ്ങൾ വിശദമായിട്ടൊന്ന് നോക്കി പിന്നെ പഠിക്കുന്നത് നന്നായിരിക്കും കേട്ടോ, ഒരു ബേസിക് വർക്കിംഗ്. ഓക്കെ, അതിൻ്റെ ഒരു ഡയഗ്രാം വേണമെങ്കിൽ ഞാനിവിടെ താഴെ ഇടാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് പിന്നെ കണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങളുടെ സിലബസിൽ ഇല്ലെങ്കിൽ പോലും അതിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി അത്തരത്തിലുള്ള മറ്റൊരു എക്സ്പെരിമെന്റ് നമുക്കിന്ന് പഠിക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ വേവിൻ്റെ ഒരു ഡെഫിനിറ്റീവ് എവിഡൻസ് ഫോർ ദ വേവ് നാച്ചർ ഓഫ് ലൈറ്റിൻ്റെ വേവ് നാച്ചറിനുള്ള ഒരു കൃത്യമായ എവിഡൻസ് കിട്ടിയത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്നാണ്. ഓക്കെ, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ ഒപ്റ്റിക്സിനകത്ത് പഠിക്കും. ഓക്കെ, അത് നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ തന്നെ പറഞ്ഞു തോന്നുന്നു, റിവ്യൂ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനകത്ത് പറഞ്ഞു തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് അറിയാം. എന്താണ്, ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റിന് നമ്മൾ ഡബിൾ സ്ലിറ്റിലൂടെ കടത്തി വിട്ടിട്ട് അവിടെ ഇൻ്റർഫറൻസ് പാറ്റേൺസ് കിട്ടുന്നു അല്ലേ? ഈ ഒരു എക്സ്പെരിമെന്റ് പെർഫോം ചെയ്ത് തോമസ് യങ് എന്ന് പറഞ്ഞ ആളാണ് അല്ലേ? അതുകൊണ്ടാണ് ഇനി യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അത് 1801 1801 ആ ഒരു എക്സ്പെരിമെന്റ് നടക്കുന്നത്. ഓക്കെ, അതിനും ഒരുപാട് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം പാർട്ടിക്കിളിന് വേവ് നാച്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെയും ഒരുപാട് വർഷങ്ങളെടുത്തു ഈ എക്സ്പെരിമെന്റ് കൺഫേം ചെയ്യാൻ. അത്തരത്തിലൊരു എക്സ്പെരിമെന്റ് ആണ് എന്ത്, ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ്. ഇനി അതിലുള്ള മറ്റൊരു എക്സ്പെരിമെന്റ് ഈ ഡി ബ്രോഗ്ലിന്റെ ശേഷം വന്നത് 1961 ഓക്കെ, മുമ്പ് നടന്നത് 1801 അതിനൊരുപാട് ശേഷം 1961 എന്ത് ചെയ്തത്, ഈ പറഞ്ഞ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വിത്ത് പാർട്ടിക്കിൾസ് നടന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു അപ്പാരറ്റസ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്താണ്, ഇലക്ട്രോൺസ് ഫ്രം എ ഹോട്ട് ഫിലമെന്റ് ആർ ആക്സിലറേറ്റഡ്. ഒരു ഹോട്ട് ഫിലമെന്റ് ഉണ്ട്, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ദേ ആർ ആക്സിലറേറ്റഡ് യൂസിങ് എ പൊട്ടൻഷ്യൽ ഓഫ് 50 kV. ഓക്കെ, 50 kV പൊട്ടൻഷ്യൽ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പം അത്തരത്തിൽ വരുന്ന ഇലക്ട്രോൺസിൻ്റെ വേവ് ലെങ്ത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം 5.4 പൈക്കോമീറ്റർ വരിക. ഓക്കെ, 5.4 പൈക്കോമീറ്റർ ആണ് വരിക. ഇനി ആ ഒരു ഈ കാണിച്ചിരിക്കുന്ന ഡിവൈസിൽ അതിൻ്റെ സ്ലിറ്റ് സെപ്പറേഷൻ 2 മൈക്രോമീറ്റർ ആണ്. ഓക്കെ, സ്ലിറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ 2 മൈക്രോമീറ്റർ ആണ്. അതുപോലെ ആ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.5 മൈക്രോമീറ്റർ ഈച്ച് ആണ്. ഓരോ സ്ലിറ്റും 0.5 മൈക്രോമീറ്റർ വിഡ്ത്ത് ഉണ്ട്. അതുപോലെ അവരുടെ സെപ്പറേഷൻ 2 മൈക്രോമീറ്റർ ആണ്. ഓക്കെ, ഇത്തരത്തിലുണ്ടാക്കിയ ഒരു ഡിവൈസിൽ നിന്നും അവർക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ എന്ത് പാറ്റേൺസ് ആണ് ഒബ്സർവ് ചെയ്തത്, അതേപോലുള്ളൊരു പാറ്റേൺ ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പം ആ ഒരു എക്സ്പെരിമെൻറ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇനി ഇതുപോലുള്ള എക്സ്പെരിമെൻറ്റ്, ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഡിവൈസ് എന്താണ്, ഇലക്ട്രോൺസ് വെച്ചിട്ടാണ്. ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂട്രോൺസിനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്പാരറ്റസ് ഞാനിവിടെ ഫിഗറിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ്, നമുക്ക് വിശദമായിട്ട് പഠിക്കാനില്ല. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ഇലക്ട്രോൺ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റും അതുപോലെ ന്യൂട്രോൺ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതൊക്കെ എന്താണ്, പാർട്ടിക്കിൾസിൻ്റെ വേവ് നാച്ചറിനെ പ്രൂവ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, ലൈറ്റിന് എന്തുണ്ട്, ഡ്യുവൽ നാച്ചർ ഉണ്ട്. ലൈറ്റിന് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ഒരു പാർട്ടിക്കിൾ നാച്ചർ ഉണ്ട്, ഒരു വേവ് നാച്ചറും ഉണ്ട്. അതുപോലെ തിരിച്ച് പാർട്ടിക്കിൾസിന് എന്തുണ്ട്, ഒരു പാർട്ടിക്കിൾ നാച്ചറും ഒരു വേവ് നാച്ചറും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഓക്കെ, ഇനി തുടർന്ന് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സിലബസ് പ്രകാരം പ്രിഫർ ചെയ്യുന്ന ബുക്കിലേറെ വിശദമായിട്ട് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഒരു ബുക്ക് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഇനി മുതൽ ഈ കണ്ടിന്യൂഷനായിട്ട് കഴിഞ്ഞ വർഷത്തെ ആ ഒരു പോർഷനാണ് ഇടുന്നത്. അപ്പോൾ അത് വിശദമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് ആ പറയുന്ന ടേംസ് എന്ന് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കുറച്ച് ടെക്നിക്കൽ ടേംസ് ഉണ്ടാകും, വേവ് ഫംഗ്ഷൻ, പ്രോബബിലിറ്റി ഡെൻസിറ്റി തുടങ്ങിയ കാര്യങ്ങൾ. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി അടുത്ത പാഠം എന്നല്ല, ഈ ക്വാണ്ടം മെക്കാനിക്സ് കംപ്ലീറ്റ് ഇനി നമ്മൾ അത്തരത്തിലുള്ള ടേംസ് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ അത് വിശദമായിട്ട് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു മാറ്റർ വേവ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി വേവ്സ് അസോസിയേറ്റഡ് വിത്ത് മാറ്റർ അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ്സ്. വേവ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ് മുമ്പൊക്കെ അല്ലേ, 10th ക്ലാസ്സിലൊക്കെ വേവ് മോഷൻ എന്ന് പറഞ്ഞൊരു പാഠത്തിലൂടെ നമ്മൾ വേവ്സിനെ കുറിച്ച് പഠിച്ചതാണ്. അതുപോലെ നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്ററുകളിലൊക്കെ വേവ്സ് ആൻഡ് ഓസിലേഷൻസ് അല്ലെങ്കിൽ വേവ്സ് ആൻഡ് അക്കോസ്റ്റിക്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഒരു വേവിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വാണ്ടിറ്റീസ് ഉണ്ട് അല്ലേ. വാട്ടർ വേവ്സ് നോക്കുകയാണെച്ചാൽ, വാട്ടർ വേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കല്ലെടുത്ത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഓളങ്ങൾ ഉണ്ടാവും അല്ലേ. ആ വാട്ടർ വേവ്സ് ഉണ്ടാകുമ്പോൾ അവിടെ വേരി ചെയ്യുന്നത് ഇറ്റ് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദി വാട്ടർ സർഫസ് അല്ലേ. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആ തരംഗ ചലനം അല്ലെങ്കിൽ വേവ് മോഷൻ പഠിച്ചത് തന്നെ നമ്മൾ അങ്ങനെയാണ് അല്ലേ. നമ്മളൊരു കടലാസ് തോണി ഉണ്ടാക്കിയിട്ട് വെള്ളത്തിൽ വെച്ചിട്ട് ഒരു കല്ലെടുത്ത് നേരെ കടലാസ് തോണി ഇവിടെയാണ്, എന്നിട്ട് നമ്മൾ നേരെ ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ അവിടെ ഓളങ്ങളുണ്ടാവും. ആ കടലാസ് തോണി ഒരിക്കലും എന്ത് ചെയ്യില്ല, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ല, അതിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മോഷനേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, അവിടെ ആ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ആ വാട്ടർ വേവ്സ് ഉണ്ടാകാൻ കാരണം എന്താണ്, അവിടെ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്താണ്, ഹൈറ്റ് ഓഫ് ദി വാട്ടർ സർഫസ് ആണ് അല്ലേ. ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഹൈറ്റ് ഓഫ് വാട്ടർ സർഫസ് ഫോംസ് ദി വാട്ടർ വേവ്സ് അല്ലേ. അതുപോലെ സൗണ്ട് ആണെങ്കിൽ സൗണ്ടിന് എന്താണ് ഉണ്ടാവുന്നത്, ദ വേരിയേഷൻ ഓഫ് പ്രഷർ അല്ലേ. അവിടെ ഹൈ പ്രഷറും ലോ പ്രഷറും ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് സൗണ്ട് വേവ്സ് ഉണ്ടാകുന്നത് അല്ലേ. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണെച്ചാൽ ദ വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഫോംസ് അല്ലെങ്കിൽ മേക്സ് അപ്പ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അതുകൊണ്ടാണ് ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് തന്നെ പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാനീ പറഞ്ഞ 3 വേവ്സ്, വാട്ടർ വേവ്സ് ആണെച്ചാൽ ദ വേരിയിങ് ക്വാണ്ടിറ്റി അസോസിയേറ്റഡ് വിത്ത് വാട്ടർ വേവ്സ് ഈസ് ഹൈറ്റ് ഓഫ് ദി വാട്ടർ സർഫസ്. അതുപോലെ ദ വേരിയിങ് ക്വാണ്ടിറ്റി ഇൻ സൗണ്ട് വേവ്സ് ഈസ് പ്രഷർ അല്ലെ, അല്ലെങ്കിൽ വേരിയേഷൻ ഓഫ് പ്രഷർ, ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ. മൂന്നാമത്തെ കേസിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അവിടെ ദ വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് മേക്കിംഗ് അപ്പ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇപ്പൊ ഈ 3 വേവ്സിന്റെ കേസിലും എന്താണ് വേരിയിങ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മാറ്റർ വേവ്സിന്റെ കേസിൽ അല്ലെ, മാറ്റർ വേവ്സിന്റെ അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ്സിന്റെ കേസിൽ വാട്ട് ക്വാണ്ടിറ്റി ഈസ് വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നുള്ളതാണ്
അപ്പൊ അത് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ഇവിടെ വേവ് ഫംഗ്ഷൻ എന്ന ക്വാണ്ടിറ്റിക്ക് കഴിയും. വേവ് ഫംഗ്ഷൻ, the quantity whose variations make up matter waves are called wave function. അല്ലേ, this quantity is varying with respect to time when a wave is formed. അല്ലെങ്കിൽ matter waves ന്റെ കേസിൽ the variation of wave function makes up matter waves അല്ലെങ്കിൽ de Broglie waves. അല്ലേ, ഇനി ആ വേവ് ഫംഗ്ഷൻ നമ്മൾ സാധാരണയായിട്ട് psi എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. psi, psi അല്ലെ, പി സൈലന്റ് ആണ്, psi എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അല്ലെ, ദ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ദ വാല്യൂ ഓഫ് വേവ് ഫംഗ്ഷൻ എന്താ തരുന്നത്? ഇറ്റ് ഗീവ്സ് ദി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ് അറ്റ് എ പർട്ടിക്കുലർ ടൈം. അതാണ് psi തരുന്നത്. അല്ലെ, psi gives the അല്ലെങ്കിൽ the value of psi is proportional to the probability of finding a particular particle at a position x, y, z at a time t. അല്ലേ, അപ്പൊ എന്താണ് വേവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ the value of wave function gives the probability of finding the particle at a particular place at a particular time. However, this wave function has no physical significance. അതൊരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. വേവ് ഫംഗ്ഷൻ അത് ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിലും അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അത് മേക്കപ്പ് ചെയ്തിട്ടാണ് മാറ്റർ വേവ്സ് ഉണ്ടാകുന്നത്. രണ്ട്, അതിനകത്ത് എന്തുണ്ട്? ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ അറ്റ് എ പർട്ടിക്കുലർ ടൈം. അതുകൊണ്ട് എങ്ങനെയാണെങ്കിൽ പോലും ഇറ്റ് ഹാസ് നോ ഡയറക്റ്റ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. അതെന്താ, എന്തുകൊണ്ടാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. അല്ലേ, ഇപ്പോൾ e⁻⁴ അല്ലെങ്കിൽ a sin θ അല്ലെങ്കിൽ a sin 2πx/L അങ്ങനെയൊക്കെ പല രീതിയിലുമുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോ ഒരു വേവ് ഫംഗ്ഷൻ നമ്മൾ എഴുതുമ്പോൾ ഒരു പിന്നെ ഇങ്ങനെ പോകും ae⁻⁴ അല്ലെങ്കിൽ ae⁻⁻⁴ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉദാഹരണം നോക്കുക. അല്ലെങ്കിൽ psi a sin πx ഇങ്ങനെയൊക്കെ, ഇതൊക്കെ വേവ് ഫംഗ്ഷൻ ഉദാഹരണമാണ്. അതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. ഇനി ഇതിൽ ഈ എ എന്ന് പറയുന്ന സാധനത്താണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. അല്ലെ, ഒരു വേവിന്റെ കേസിൽ, ഒരു വേവ് ഫംഗ്ഷന്റെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് ക്യാൻ ബി നെഗറ്റീവ് ആസ് വെൽ ആസ് പോസിറ്റീവ്. ഇതിപ്പോ നമുക്ക് -ae⁻⁴ എന്ന് പറയാം. അല്ലെ, അല്ലെങ്കിൽ -ae⁻⁻⁴ അങ്ങനെ പല ഫോർമാറ്റിൽ വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ പൊരുൾ ഇതാണ്, the amplitude of the wave function can be negative as well as positive. ഇനി ഞാൻ പറഞ്ഞു, ഒന്ന് amplitude can be negative as well as positive. ഇനി ഞാൻ പറഞ്ഞു wave function gives the probability of finding a particle at a position at a particular time. അല്ലേ, പ്രോബബിലിറ്റി നിങ്ങൾ പഠിച്ചതല്ലേ? പ്രോബബിലിറ്റി എന്താണ്? അതിനവിടെ കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അല്ലേ, ഇപ്പൊ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി നിങ്ങൾ പഠിച്ചതാണ്. A probability of 0 means the particle is not there. So, ഇപ്പൊ ഞാനിവിടെ ഈ ലാബിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് മീ അറ്റ് ഹോം, ഇപ്പോ പ്രസന്റ്ലി ഇത് അറിഞ്ഞുകൊണ്ടുള്ള പ്രോബബിലിറ്റി എന്താണ്? 0 ആണ്. ഞാനവിടെ ഇല്ല. അല്ലേ, അപ്പൊ ഈ പ്രോബബിലിറ്റി 0 മീൻസ് ദാറ്റ് പാർട്ടിക്കിൾ ഈസ് നോട്ട് ദർ. ഇനി പ്രോബബിലിറ്റി ഈസ് 1 മീൻസ് ഐ ആം ഹിയർ, ദ പാർട്ടിക്കിൾ ഈസ് പ്രസന്റ് ദർ. അല്ലേ, അപ്പോ ഇത് രണ്ടാണ്. ഇതാണ് ലീസ്റ്റ് പ്രോബബിലിറ്റി, ഇതാണ് ഹയസ്റ്റ് പ്രോബബിലിറ്റി. Probability always lies between 0 and 1. അല്ലേ, the probability of particle is always lying between 0 and 1. അല്ലേ, പ്രോബബിലിറ്റി എപ്പോഴും 0 ന്റെയും 1 ന്റെയും ഇടയിലാണ്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു ആംപ്ലിറ്റ്യൂഡ് നെഗറ്റീവ് ആവാം. അപ്പൊ അതിനർത്ഥം പ്രോബബിലിറ്റി നെഗറ്റീവ് എന്നാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. പ്രോബബിലിറ്റി ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് അല്ലെങ്കിൽ 0 ആണ്. ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ലൈൻ ബിറ്റ്വീൻ 0 and 1. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് തെറ്റായി വരും. If a wave function can have negative amplitudes, it means that it has a negative probability, which means which is meaningless. അങ്ങനെയല്ലേ, അത് മീനിങ്ലെസ് ആണ്. നെഗറ്റീവ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മീനിങ്ലെസ് ആണ്. അതെപ്പോഴും 0 ന്റെയും 1 ന്റെയും ഇടയിൽ ഉണ്ടാവും. അതുകൊണ്ട് അതിന് ഡയറക്റ്റ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. ബട്ട് ഈ വേവ് ഫംഗ്ഷന്റെ ഒരു മറ്റൊരു ഫോർമാറ്റ് ഉണ്ട്. അതിനെ നമുക്ക് പറയാം മോഡ് സൈസ്ഡ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്. അല്ലേ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് psi star psi. Psi star എന്ന് പറഞ്ഞാൽ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ്. psi can be കോംപ്ലക്സ്. അപ്പോൾ മോഡ് psi square equal to psi star psi. അല്ലേ,
ഇത് നമുക്ക് സ്ക്വയർ ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയാം. The probability of experimentally finding a body at a point x, y, z at a time t is proportional to mode psi square. അല്ലേ, ഒരു ബോഡിയെ നമ്മൾ കാണാനുള്ള ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഒരു പർട്ടിക്കുലർ സമയത്ത് കാണാനുള്ള പ്രോബബിലിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു മോഡ് സൈ സ്ക്വയർ. അല്ലേ, if mode psi square is large means there is a strong possibility, and if it is small means there is a light probability, and there is a low probability. അല്ലേ, ഇനി ഈ മോഡ് സൈ സ്ക്വയർ എടുത്താലും അത് എപ്പോഴും പോസിറ്റീവ് ആവും. അല്ലേ, ഇപ്പൊ എക്സാമ്പിൾ ഞാനൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ എക്സാമ്പിൾ പറയാം. psi equal to a plus ib. കോംപ്ലക്സ് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ psi സ്റ്റാർ എന്താവും? a minus ib. അല്ലേ, അപ്പൊ psi സ്റ്റാർ psi നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ എന്താവും? ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പൊ psi സ്റ്റാർ psi ചെയ്താൽ എന്താവും? ഇങ്ങനെ വരിക a minus ib into a plus ib. അല്ലേ, which is equal to a into a square plus a into ib minus ib into a പിന്നെ മൈനസ് ഐ ഇൻറ്റു ഐ എന്താവും? പ്ലസ് 1 ആവും ഇൻറ്റു ബി സ്ക്വയർ വരും. അപ്പോൾ ഐ ബി എയും എ ഐ ബിയും കട്ട് ചെയ്ത് പോകും, ബാക്കി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അല്ലേ, ഇനി എയും ബിയും നെഗറ്റീവ് ആയാൽ പോലും എന്താണ്? ദിസ് ക്വാണ്ടിറ്റി വിൽ ബി ആൾവേസ് പോസിറ്റീവ്. അല്ലേ, എ ഇപ്പോൾ എക്സാമ്പിൾ -2 ആണ് എഴുതുക, അങ്ങനെ വെച്ചാൽ അതിന്റെ സ്ക്വയർ അല്ലേ, അപ്പോൾ എന്താവും? 4 ആവും. അതുപോലെ ബി നെഗറ്റീവ് അടിച്ചാലും അതിന്റെ സ്ക്വയർ എന്താവും? പോസിറ്റീവ് ആവും. അപ്പോൾ ദ ക്വാണ്ടിറ്റി മോഡ് സൈ സ്ക്വയർ ഈസ് ആൾവേസ് പോസിറ്റീവ്. അപ്പോൾ ആ പ്രോബബിലിറ്റി നെഗറ്റീവായി വന്നു എന്നുള്ള ആ ഒരു ട്രബിൾ അവിടെ തീരും. അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ. അല്ലേ, അതിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇനി നമുക്ക് കാൽക്കുലേഷനിലൊക്കെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഈസ് ഈക്വൽ ടു ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി.